ഈ കരാറുമായി മുഖ്യമന്ത്രിക്ക് ബന്ധമില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. കെൽട്രോണുമായി കരാർ ഒപ്പിട്ടത് ഗതാഗത വകുപ്പ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. കെൽട്രോണും കമ്പനികളുമായി ഒപ്പിട്ട ഉപകരാർ ഗതാഗത വകുപ്പിന് ബന്ധമില്ല. പക്ഷേ എനിക്ക് ബന്ധമില്ല. ആന്റണി രാജു പറയുന്നതാണ്. അതായത് ഗതാഗത വകുപ്പാണ് ഒപ്പിട്ടതെന്ന് പറയുകയും എന്നാൽ എനിക്ക് പങ്കില്ല, മുഖ്യമന്ത്രിക്ക് പങ്കില്ല, മന്ത്രിസഭയിലേക്ക് ഫയൽ എത്തുമ്പോഴാണ് മുഖ്യമന്ത്രി കാണുന്നതും ഒക്കെ പറയും. ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ അയാൾ. എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. പ്രാഥമികമായി പോലും ആരോപണമെന്ന് വിശ്വസിക്കാനാവാത്തത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കളയുന്നതല്ലാതെ എന്ത് രേഖയാണ് നിങ്ങൾക്ക് ഇതിൽ ശരി എന്ന് പറഞ്ഞു കാണിക്കാനുള്ളത്? അതാണ് ഈ പുകമറ സൃഷ്ടിക്കുന്നത്. ഒരിക്കലുമല്ല, വ്യക്തമായിട്ട് എല്ലാ രേഖകളും ഉണ്ടല്ലോ. ഉള്ളതേ പറയത്തുള്ളൂ, ഇല്ലാത്തത് പറയാൻ മടി കാണിക്കത്തില്ല. എല്ലാ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസും ഉള്ള എല്ലാ പ്രൊസീജിയർ ഇഷ്യൂസും പാലിച്ചുകൊണ്ട് തന്നെയാണ് നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. എന്തോ എങ്ങനെ സംശയമൊന്നുമില്ലല്ലേ? ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് വിഷയമുണ്ടെങ്കിലും കോടതിയെ സമീപിക്കാം. ഇതാ ഞാൻ പറഞ്ഞത്, ബുദ്ധിയുണ്ടെങ്കിൽ ഏത് കൊലകൊമ്പനെയും നമുക്ക് തളയ്ക്കാൻ ഒക്കും. ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്നതും കോടതിയിൽ പോകുന്നതും രണ്ടും രണ്ടാണ്. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഒരു നിയമ സംവിധാനത്തെ വിശ്വസിക്കുന്നതാണല്ലോ. കോടതിയെ വിശ്വാസം ഇല്ലെന്ന് പറയുന്ന ആളാണ് പറയുന്നത് ജുഡീഷ്യൽ അന്വേഷണം ആവാം. എന്ത് വൈരുദ്ധ്യമായത്? എന്റെ കുഞ്ഞ തലയ്ക്ക് അസുഖമല്ലോട്ടെ, മിണ്ടായി എന്നോട് അങ്ങനെ പറയരുത്. അത്തരം ആരോപണങ്ങൾ വേണ്ട, അത്തരം ആരോപണങ്ങൾ വേണ്ട. അനിൽ ബോസ് അത് വേണ്ട, അത് വേണ്ട. അങ്ങത് പിൻവലിക്കണം, അങ്ങത് പിൻവലിക്കണം. കിട്ടിയാ നിനക്ക് ഗുരു കൊണ്ട് പോകൂടാ. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.